ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് എസ്.കെ. പൊറ്റക്കാട്ട് സാംസ്കാരിക കേന്ദ്രത്തിൽ തിങ്കളാഴ്ച വിരിഞ്ഞ മഴവില്ല് ഒരുപറ്റം രക്ഷാകർത്താക്കളുടെ മനസ്സിലായിരുന്നു. അതിന് സൗകര്യമൊരുക്കിയത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താൻ വിധിക്കപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രശാന്തിയും. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. മലാപ്പറമ്പ് യു പി സ്കൂൾ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ.വി. ജോർജ്. സംസ്ഥാന എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ ആരംഭിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 332 കേന്ദ്രങ്ങൾ. കാലത്തിന്റെ കഥാകാരന് സ്നേഹാദരമായി കാലം മായ്ക്കാത്ത ഛായാചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. മലാപ്പറമ്പ് AUP സ്കൂൾ തകർത്തതുമായി ബന്ധപ്പെട്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ.വി. ജോർജ്. മുങ്ങിയ പ്രതികൾക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുംബൈ ബാലിക കോഴിക്കോട്ടെ ലോഡ്ജിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണത്തിന് വീഴ്ച പറ്റിയിട്ടില്ല. ശരിയായ ദിശയിലാണ് പോകുന്നത്. പ്രതികളെ ട്രേസ് ചെയ്തതായും ഉടൻ അറസ്റ്റ് നടന്നേക്കുമെന്നും കമ്മീഷണർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. മലാപ്പറമ്പിന്റെ പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മളതിന്റെ ഈ പൊളിക്കാൻ വന്ന അതിന്റെ പേരെന്താ JCB ഡ്രൈവറെ നമ്മൾ ഡ്രൈവർ അകത്താണുള്ളത്. അതുമായിട്ട് വാഹനമായിട്ട് വന്ന ഒരു വാഹനം നമ്മൾ അഡീഷണൽ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി നമ്മൾ പല സ്ഥലത്തും സെർച്ച് നടത്തി അബ്സ്കോണ്ടിങ് ആണ്, ടവർ ലൊക്കേഷൻ നോക്കി അതൊക്കെ അബ്സ്കോണ്ടിങ് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, അത് എന്താ അറിയില്ല, എങ്ങനെ വന്നു എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അറിഞ്ഞു. CM പാർട്ടി തന്നെ അത് സ്പോട്ടിലേക്ക് അത് പോയി. SIM പാർട്ടി അന്ന് ഫസ്റ്റ് പോയി, സെക്കൻഡ് CA പോയി, എല്ലാ ഇതാകും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്നും UDF വൻ വിജയം നേടുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. പൊന്നാനിയിൽ കോൺഗ്രസ് സജീവമായില്ല എന്നത് ഹൈക്കമാൻഡിൽ പരാതിപ്പെടില്ല. 15 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നും ലീഗ് നേതൃത്വം. കോഴിക്കോട് ഷുവർ സീറ്റാണെന്നും വടകര UDF നിലനിർത്തുമെന്നും മജീദ് കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ ആരംഭിച്ചു. കേരളത്തിൽ 327 കേന്ദ്രങ്ങളിലും ഡൽഹിയിലെ 2 കേന്ദ്രങ്ങളിലും മുംബൈ, റാഞ്ചി, ദുബായ് എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലുമായിരുന്നു പരീക്ഷ. 23 വൈകിട്ട് 6 പരീക്ഷയുടെ ഉത്തരസൂചികകൾ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാവും. സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ആരംഭിച്ചു. തിങ്കൾ, ചൊവ്വ ദിനങ്ങളിൽ എഞ്ചിനീയറിംഗിന്റെ 2 പരീക്ഷകളും 23 രാവിലെയും ഉച്ചയ്ക്കുമായി മെഡിക്കലിന്റെ 2 പരീക്ഷകളും നടക്കും. സംസ്ഥാനത്ത് 327 കേന്ദ്രങ്ങളിലും ഡൽഹിയിലെ 2 കേന്ദ്രങ്ങളിലും മുംബൈ, റാഞ്ചി, ദുബായ് എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലുമാണ് പരീക്ഷ. മുംബൈയിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്നിവിടെയും റാഞ്ചിയിൽ എഞ്ചിനീയറിംഗിന്റെയും പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ ഫിസിക്സും കെമിസ്ട്രിയും, ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ മാത്തമാറ്റിക്സ് എന്നിങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പരീക്ഷ. മെഡിക്കൽ പ്രവേശന പരീക്ഷ 23 രാവിലെ 10 മുതൽ 12:30 വരെ ഒന്നാം പേപ്പർ കെമിസ്ട്രിയും ഫിസിക്സും, ഉച്ചയ്ക്ക് 2:30 മുതൽ 5 വരെ രണ്ടാം പേപ്പർ ബയോളജി എന്നിങ്ങനെയാണ് പരീക്ഷ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ 1,19,025 പേർ എഴുതുന്നു. ഇതിൽ 61,671 ആൺകുട്ടികളും 57,354 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. 1,02,460 വിദ്യാർത്ഥികൾ എഴുതുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ആൺകുട്ടികളുടെ എണ്ണം 34,272 പെൺകുട്ടികൾ 68,188 എഞ്ചിനീയറിംഗ് ഒന്നാം പേപ്പർ ഫിസിക്സിൽ നിന്ന് 72 കെമിസ്ട്രിയിൽ നിന്ന് 48 ചോദ്യങ്ങളും ഉണ്ടാകും. മെഡിക്കൽ പരീക്ഷയുടെ രണ്ടാം പേപ്പറായ ബയോളജിയിൽ ബോട്ടണി, സുവോളജി എന്നിവയിൽ നിന്നായി 120 ചോദ്യങ്ങളാണുള്ളത്. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങൾക്ക് 5 ഓപ്ഷനുകളുണ്ട്. ശരിയുത്തരത്തിന് നേരെയുള്ള കോളങ്ങളിൽ നീല, കറുത്ത മഷിയുള്ള ബോൾ പെൻ ഉപയോഗിച്ച് പൂർണ്ണമായും കറുപ്പിച്ച് ഉത്തരം രേഖപ്പെടുത്തണം. ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ 1 മാർക്ക് നഷ്ടപ്പെടും.
ഓരോ പേപ്പറിലും ചുരുങ്ങിയത് 10 മാർക്കെങ്കിലും നേടുന്നവരെയാണ് റാങ്ക് പട്ടികയിലേക്ക് പരിഗണിക്കുക. പട്ടിക വിഭാഗക്കാർക്ക് ഇത് ബാധകമല്ല. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനം നടത്തുക. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ മൊത്തം മാർക്കിന് റാങ്ക് പട്ടികയിൽ 50% വെയിറ്റേജ് ലഭിക്കും. അവസാന ദിവസമായ 23 വൈകിട്ട് 6 ഉത്തരസൂചികകൾ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. മെഡിക്കൽ പരീക്ഷാ ഫലം മെയ് 20 മുൻപും എഞ്ചിനീയറിംഗ് ഫലം ജൂൺ 25 മുൻപും പ്രസിദ്ധീകരിക്കും. മാലിന്യ സംസ്കരണത്തിൽ കോർപ്പറേഷൻ കൊണ്ടുവരുന്ന പദ്ധതികളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് കോഴിക്കോട് മേയർ AK പ്രേമജം. വായനശാല റോയൽ റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നടുവട്ടം വായനശാല റോയൽ റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ കോർപ്പറേഷൻ കൊണ്ടുവരുന്ന പദ്ധതികളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് മേയർ പറഞ്ഞു. വളരെ പ്രയാസകരമായി തീരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു പുതിയ മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പൈപ്പ് കമ്പോസ്റ്റിംഗും ബയോ ഗ്യാസ് ട്രീറ്റ്മെന്റും. അസോസിയേഷൻ പ്രസിഡന്റ് TK സുനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. ട്രഷറർ M ദാസൻ, വൈസ് പ്രസിഡന്റ് K ജയൻ, പ്രകാശൻ വെണ്ണേക്കാട്ട്, AM അനിൽകുമാർ, സ്മിജിത് K, ഉമ ഉണ്ണി, AB അബ്ദുൾ സമദ്, KP നാസർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ചാലപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഡോക്ടർ സുബ്രഹ്മണ്യദാസ് കുടുംബ ബന്ധങ്ങൾ മാറിയ സാമൂഹിക പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 50ാം ഡിവിഷൻ കൗൺസിലർ B പ്രസീജ സമ്മാനദാനം നിർവഹിച്ചു. പന്തിരങ്കാവ് പ്രശാന്തി സ്കൂൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. നളന്തയിൽ സംഘടിപ്പിച്ച പരിപാടി A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പന്തീരങ്കാവ് പ്രശാന്തി സ്കൂൾ ഫോർ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കുടുംബസംഗമം നളന്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കുട്ടികളുടെ വൈകല്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായാണ് മഴവില്ലി 2014 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. A പ്രദീപ് കുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. UK കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് CH സപ്ന, സ്കൂൾ പ്രിൻസിപ്പൽ MP മുജീബ് റഹ്മാൻ, A പീതാംബരൻ, N രഞ്ജിത്ത്, കൗൺസിലർ ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു. തീർച്ചയായിട്ടും ഒരു പുണ്യമാണ് ചെയ്യുന്നത്, അതൊരു ഈശ്വര സേവയാണ്. അതെന്തായാലും ആ കർമ്മത്തിന് അതിൻ്റെ പ്രതിഫലം ഈശ്വരൻ നിന്ന് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അപാര കഴിവുകൾ അവർക്കുണ്ട്. ശരിക്കും ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ അവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമുക്ക് ഈ സ്വന്തം നീച്ച് ഓടാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട്. പല അപര്യാപ്തങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ കുറെ ചാലഞ്ചിങ് ആയിട്ടുള്ള അവർ അങ്ങനെ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് കാണുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് അറിയാത്ത, നമുക്ക് കഴിവില്ലാത്ത, സാധിക്കാത്ത മേഖലകളിൽ അവർക്ക് വലിയ വലിയ കഴിവുണ്ടാവുമെന്ന് ഉറപ്പില്ല. അത് തട്ടി ഉണർത്താനും പരിപോഷിപ്പിക്കാനും എല്ലാം തന്നെ ഇവരുടെ കുടുംബമേളകളും ഈ വാർഷിക സമ്മേളനങ്ങളും എല്ലാം തന്നെ സഹായകമാകുമെന്നുള്ളത് കൊണ്ട് അവർക്കെല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സർവീസിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മർ ക്യാമ്പ് എമിനൻസ് 2014 ഏപ്രിൽ 22 മുതൽ 26 വരെ കോഴിക്കോട് കാരന്തൂർ മർക്കസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. SPCയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ P വിജയൻ IPS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 4ാമത് ജില്ലാ ക്യാമ്പാണ് മർക്കസിൽ നടക്കുന്നത്. എമിനൻസ് 2014 എന്ന സമ്മർ ക്യാമ്പ് ഏപ്രിൽ 22, 23, 24, 25, 26 തീയതികളിലായാണ് നടക്കുക. 14 വിദ്യാലയങ്ങളിൽ നിന്നായി 660 കേഡറ്റുകളും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകരും പോലീസ് ഓഫീസർമാരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ 150 പേരും ക്യാമ്പിൽ പങ്കെടുക്കും. ഏപ്രിൽ 22 വൈകുന്നേരം ജില്ലാ പോലീസ് മേധാവി AV ജോർജ് പതാക ഉയർത്തുന്നതോടെ ക്യാമ്പിന് തുടക്കമാകും. 23 SPC നോഡൽ ഓഫീസറായ P വിജയൻ IPS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ, പോലീസ് മേധാവികൾ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. IIM, പത്രസ്ഥാപനങ്ങൾ, മിൽമ, CWRDM തുടങ്ങിയ സ്ഥാപനങ്ങൾ കേഡറ്റുകൾ സന്ദർശിക്കും. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളുടെ പ്രദർശനവും പരിശീലനവും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ആഭ്യന്തരം, വിദ്യാഭ്യാസം, മോട്ടോർ വാഹനം, എക്സൈസ്, ഫോറസ്റ്റ്,
ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. 26-ന് കാലത്ത് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്നും കമ്മീഷണർ A.V. ജോർജ്, ജില്ലാ നോഡൽ ഓഫീസർ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 30ാം വാർഷിക ജനറൽ ബോഡി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 30ാം വാർഷിക ജനറൽ ബോഡി യോഗം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പ്രാവർത്തികമായി നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ പെൻഷൻ സമൂഹത്തിന് തിരസ്കരിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശയിൽ ഉൾക്കൊള്ളിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബേസിക് പെൻഷനെ വർദ്ധിപ്പിക്കുക, ഇതും വാസ്തവം പറയുകയാണെങ്കിൽ ഒരു ആവശ്യമാണ്. അതും അത് ആലോചിതമായി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകേണ്ടതാണ്. പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് ഒന്നും നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകണം. അതിനുള്ള വ്യവസ്ഥ ഉണ്ടാകണം. എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തുകൊണ്ടാണാവോ ഇപ്പോൾ ഇത് നേരത്തെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നമ്മുടെ 50% ക്രോസ് ചെയ്തപ്പോ 50% ഈ ബേസിക് പെൻഷനിലേക്ക് ചേർക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ നടന്നിട്ടില്ല. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KK ബാലസുബ്രഹ്മണ്യൻ, റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി KV ഗോവിന്ദൻ, ഓൾ ഇന്ത്യ കേന്ദ്രീയ വിദ്യാലയ പെൻഷനേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് K അപ്പുക്കുട്ടി മാസ്റ്റർ, PK ശ്രീമാനവിക്രമൻ, അഡ്വക്കേറ്റ് A വിശ്വനാഥൻ, M കൃഷ്ണൻ നായർ, T ബാലകൃഷ്ണൻ, KM നാരായണൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കാലത്തിന്റെ കഥാകാരന് സ്നേഹാദരമായി കാലം മായ്ക്കാത്ത ഛായാചിത്രങ്ങളുടെ പ്രദർശനം. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ MT ഛായ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലാണ് MT വാസുദേവൻ നായരുടെ യൗവന ഛായാചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത നിമിഷങ്ങളെ ഒപ്പിയെടുത്ത ഫോട്ടോകളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മലയാള ലോകത്തിന് അക്ഷരക്കൂട്ടങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിച്ച കാലത്തിന്റെ കഥാകാരൻ MT വാസുദേവൻ നായരുടെ യൗവനത്തെയും അദ്ദേഹത്തിന്റെ ജീവിത നിമിഷങ്ങളെയും ആസ്വാദകരിലെത്തിച്ച് MT ഛായ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മലയാളത്തിന്റെ പ്രിയ കഥാകാരനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പുനലൂർ രാജൻ, റസാഖ് കോട്ടക്കൽ, KR വിനയൻ എന്നീ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. കൂടാതെ യൂസഫ് അറയ്ക്കൽ, പോൾ കല്ലനോട്, A രാമചന്ദ്രൻ തുടങ്ങി 20ഓളം ചിത്രകാരന്മാരുടെ ഛായാചിത്രങ്ങളുമുണ്ട്.
മുണ്ടശ്ശേരി, തകഴി, വയലോപ്പിള്ളി, പ്രേംജി എന്നിവർ ഒരുമിച്ചുള്ള പുനലൂർ രാജിന്റെ ഫോട്ടോകൾ ഇതിൽ ഏറെ ശ്രദ്ധേയമാണ്. സിനിമാ ലൊക്കേഷനിലെ രസകരമായ നിമിഷങ്ങളും MTയുടെ പുസ്തകക്കൂട്ടങ്ങളിലെ ചിത്രങ്ങളും യുവ MTയുടെ പോർട്രേറ്റുകളും NP മുഹമ്മദ്, കോവിലൻ, തിക്കോടിയൻ, ചിന്താരവി, P ഭാസ്കരൻ മാഷ് തുടങ്ങിയവരോടൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും പ്രദർശനത്തെ വേറിട്ടതാക്കുന്നതാണ്. മലയാളത്തെ സ്നേഹിക്കുന്നവർക്ക് MTയുടെ പ്രദർശനം വേറിട്ട അനുഭവമാണ് നൽകുന്നത്. MT ചായ ഈ മാസം 23 വരെ പ്രദർശിപ്പിക്കും. സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതലായി കടന്നുവരുന്ന കാലഘട്ടമാണിതെന്നും ഇതിന് റെസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്കാണ് വഹിച്ചതെന്നും കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ. സൗത്ത് പാറപ്പുറം തോണിക്കാട് കൃപ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോണിക്കാട് സൗത്ത് പാറപ്പുറം കേന്ദ്രീകരിച്ച് കൃപ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. അസോസിയേഷന്റെ പ്രവർത്തനോദ്ഘാടനം റിട്ടയർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും കോർപ്പറേഷൻ കൌൺസിലറുമായ ചേമ്പിൽ വിവേകാനന്ദൻ നിർവഹിച്ചു. സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതലായി കടന്നുവരുന്ന കാലഘട്ടമാണിതെന്നും ഇതിന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ 75 കൌൺസിലർമാരിൽ പകുതി പേരും സ്ത്രീകളാണ്. പകുതി പേരും പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സ്ത്രീകളാണ്. അവരൊക്കെ മോശക്കാരാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഏതായാലും ഇല്ല. പുരുഷന്മാർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളും സിദ്ധികളും ഒക്കെ ഈ സ്ത്രീകൾക്കുമുണ്ട്. ചില കൗൺസിലർമാരായ സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില പുരുഷന്മാരായ കൗൺസിലർമാരും നല്ല സമർത്ഥമായി അവരുടെ ജോലികൾ നിർവഹിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൃപ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വാഴയിൽ സുരേഷ് അധ്യക്ഷം വഹിച്ചു. KP ശിവശങ്കരൻ നായർ, 51 ഡിവിഷൻ കൌൺസിലർ PV ഹൈദരലി, ബേപ്പൂർ അഡീഷണൽ SI സാലിഹ്, അശ്വതി പ്രേംരാജ്, P മൊയ്തീൻ, മലയിൽ ഗീത, K ഗിരീഷ് കുമാർ, KB ബാബു, MB സേവ്യർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന സർക്കാർ നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചന നടത്തണമെന്ന് മേയർ AK പ്രേമജം. അല്ലാത്തപക്ഷം അത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും മേയർ പറഞ്ഞു. നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അരക്കിണർ കേന്ദ്രീകരിച്ചാണ് അസോസിയേഷൻ പ്രവർത്തിക്കുക. അരക്കിണർ കേന്ദ്രമാക്കി നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. താഴത്തേരി മുഹമ്മദ് അലി നഗറിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചന നടത്തണം. അല്ലാത്തപക്ഷം വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മതിയായ രീതിയിൽ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കാത്തതും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതായും മേയർ പറഞ്ഞു. ആ സർക്കാർ വളരെ കാതലായ ഒരു മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാൽ സ്വാഗത സംഘം ചെയർമാൻ മോഹനൻ മലർകാവിൽ അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ ബഷീർ മാസ്റ്റർ, അസോസിയേഷൻ കൺവീനർ K ഇബ്രാഹിം കോയ, വാർഡ് കൌൺസിലർമാരായ T ഹസൻ, V പ്രസീജ, KK സൈഫുന്നീസ, സൂര്യ സിംഗർ ഫെയിം ശ്രേയ, മാമുക്കോയ NP ഫൈസൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സിനിമാതാരം മാമുക്കോയ, ഡോക്ടർ സുരേന്ദ്രൻ, K ഇബ്രാഹിം കോയ, C മോഹൻദാസ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് കോഴിക്കോട് സലീഷ് നയിച്ച ഗാനമേളയും അരങ്ങേറി. കുട്ടികളുടെ പഠന വൈകല്യത്തെ മനസ്സിലാക്കാനായി ഡിക്സലക്സിയ ആക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർക്കായി ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ AWH മുൻ സെക്രട്ടറി ഡോക്ടർ CP അബൂബക്കർ ക്ലാസ് എടുത്തു. കുട്ടികളുടെ പഠന വൈകല്യത്തെ മനസ്സിലാക്കാനായി ഡിക്സലക്സിയ ആക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസത്തെ പരിശീലന പരിപാടി ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടു പോകുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക, തലച്ചോറിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക, കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നിവയാണ് വർക്ക്ഷോപ്പിന്റെ പ്രധാന ലക്ഷ്യം. AWH മുൻ സെക്രട്ടറി ഡോക്ടർ CP അബൂബക്കർ വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഈ നാലിനും വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ഈ 4 ഏരിയാസിലും ഉള്ളത്.
പ്രധാനം. മറ്റുള്ള ആനിമൽസുകളിൽ വ്യത്യസ്ത മനുഷ്യനുള്ളത് അവരുടെ ഫ്രണ്ടൽ ലോബ് നന്നായി ഡെവലപ്പ് ചെയ്തു എന്നതാണ്. അപ്പൊ മറ്റുള്ള ആനിമൽസിൽ ഇല്ലാത്ത മനുഷ്യന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതുപോലെ ഫ്രണ്ടൽ ലോബിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കുട്ടികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ് എന്നിവർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കുണ്ടായിത്തോട് നന്മ റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികം അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുണ്ടായിത്തോടെ വെള്ളിലവയൽ മുണ്ടിയാർനിലം നന്മ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കോഴിക്കോട് ലീഗ് സെന്റർ ലീഗൽ കൌൺസിലർ അഡ്വക്കേറ്റ് PM ആതിര ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മൊയ്തീൻ കോയ, നല്ലളം സബ് ഇൻസ്പെക്ടർ ഗോപകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് റിതം മ്യൂസിക്സ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, NP ഹംസക്കോയ, T മൊയ്തീൻ കോയ, വളയന്നൂർ സുബ്രഹ്മണ്യൻ, MK അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് കോച്ചസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് നിറച്ചും കാണികളുടെ മനം നിറച്ചും ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 100ഓളം കുട്ടികൾ 12 ടീമുകളാക്കി തിരിഞ്ഞ് ഗ്രൗണ്ടിനെ 6 ഭാഗമാക്കി തിരിച്ചാണ് മത്സരിച്ചത്. കളി നിയന്ത്രിക്കാൻ 34 ഒഫീഷ്യലുകളും ഉണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ഫുട്ബോൾ മത്സരത്തിന് നഗരം സാക്ഷ്യം വഹിച്ചു. 100ഓളം കളിക്കാർ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ പ്രേമികളെ ആകർഷിച്ചത്. കോഴിക്കോട്ടെ ഫുട്ബോൾ പരിശീലകരുടെ സംഘടനയായ കാലിക്കറ്റ് കോച്ചസ് ക്ലബ്ബാണ് 100ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച് ഇത്തരമൊരു ഫുട്ബോൾ ഫെസ്റ്റിവൽ നടത്തിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിനെ 6 ഭാഗങ്ങളാക്കി തിരിച്ച് 12 ടീമുകളുടെ മത്സരമാണ് ഒരേ സമയം നടത്തിയത്. 8നും 11നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിച്ചത്. കളി നിയന്ത്രിക്കാൻ 34 ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഗ്രാസ് റൂട്ട് മത്സരങ്ങളുടെ മാതൃകയിലാണ് മത്സരം നടത്തിയതെന്നും കൂടുതൽ കുട്ടികളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുകയാണ് ഇത്തരം മത്സരങ്ങളുടെ ലക്ഷ്യമിടുന്നതെന്നും കാലിക്കറ്റ് കോച്ചസ് ക്ലബ് സെക്രട്ടറി CM ദീപക് പറഞ്ഞു. ഉസ്മാൻ കോയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. KP സേതുമാധവൻ, ഉമ്മർ കോയ എന്നിവർ നേതൃത്വം നൽകി. നോർത്ത് ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികം കൌൺസിലർ P ജലജ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നോർത്ത് ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികാഘോഷം തട്ടാൻതൊടി പറമ്പിൽ നടന്നു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പള്ളത്ത് പത്മനാഭൻ അധ്യക്ഷനായ പരിപാടി കൌൺസിലർ P ജലജ ഉദ്ഘാടനം ചെയ്തു. SLC +2 പാസ്സായ കുട്ടികളെ അഭിനന്ദിക്കൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ സുകന്യ, മോനേട്ടന്റെ മോള് സുകന്യ ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ SLCക്ക് A+ വാങ്ങിയ കുട്ടി നിങ്ങളുടെ റെസിഡൻസിനാണുള്ളത്. നമുക്ക് ആ കുട്ടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കാം. അതോടൊപ്പം നിങ്ങളുടെ സഹകരണവും. വളരെയധികം സാധാരണക്കാരിയായ കുട്ടിയാണ്. നിങ്ങളെല്ലാവരും ഒരു കുടുംബമായിട്ട് നിൽക്കുന്ന ഈ റെസിഡൻസ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ആ കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കാം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സെക്രട്ടറി KC ബാബു, മുരളി ബേപ്പൂർ, അന്നങ്ങാട്ട് കാർത്തികേയൻ, PA നാരായണൻകുട്ടി, അനിത പള്ളത്ത്, PP ഇന്ദിര, E ലത,
KP പുഷ്പവല്ലി, മേക്കുന്നത്ത് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. നാനോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VV സഞ്ജീവ്, നടുവട്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സാംസ്കാരിക സദസ്സ്, അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികൾ, അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, കുട്ടികളുടെ നാടകം, ഗാനമേള എന്നിവയും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുണ്ടായിരുന്നു. चिकनी कमर पे तेरी मेरा दिल फिसल गया. ഉത്സവ വാർത്തകളിലേക്ക്. ചെലപ്രം മണ്ണാലത്ത് കുലവൻകാവിലെ തിറ താലപ്പൊലി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ശനിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. നായർ വെള്ളാട്ട്, കരിയാത്തൻ വെള്ളാട്ട്, കലശം കെട്ട്, അന്നദാനം, വെടിക്കെട്ട്, താലപ്പൊലി, കനലാട്ടം എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രശസ്ത ദാർശനികനും നിരൂപകനും പത്രപ്രവർത്തകനുമായിരുന്ന GN പിള്ളയുടെ വചനങ്ങളുടെ ബൃഹസമാഹാരമായ ശാന്തിപദം കോഴിക്കോട് പ്രതിഭാ കലാകേന്ദ്രം പ്രസിദ്ധീകരിക്കുന്നു. ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഏപ്രിൽ 23 വൈകുന്നേരം അളകാപുരിയിൽ MN കാരശ്ശേരി ആർസുവിന് നൽകിക്കൊണ്ട് നിർവഹിക്കും. PM നാരായണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം പ്രശസ്ത ചരിത്രകാരനായ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. അറിയിപ്പുകൾ. കോഴിക്കോട് ചിത്രരേഖ ആർട്ട് അക്കാദമി മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ തെരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. UP തലം മുതൽ +2 തലം വരെയുള്ള ചിത്രകാരന്മാർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9496220642, 9495644062 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലാപ്പറമ്പ് UP സ്കൂൾ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. സംസ്ഥാന എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ ആരംഭിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 332 കേന്ദ്രങ്ങൾ. കാലത്തിന്റെ കഥാകാരന് സ്നേഹാദരമായി കാലം മായ്ക്കാത്ത ഛായാചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.